അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞത്തിൽ ഇന്ന് ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അഥാ അഷ്ടമോധ്യായ. ആരാധ്യദേവതാനിർണയം ഋഷയ ഊചു. സന്ദേഹോത്ര മഹാഭാഗാ കഥായാം തു മഹാദ്ഭുതാ. വേദശാസ്ത്രപുരാണൈശ്ച നിശ്ചിതം തു സദാ ബുധൈ. ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ത്രയോ ദേവാഃ സനാതനാ. നാതഃ പരതരം കിഞ്ചിൽ ബ്രഹ്മാണ്ഡേസ്മിൻ മഹാമതേ. ബ്രഹ്മാ സൃജതി ലോകാൻ വൈ വിഷ്ണു പാത്യഖിലം ജഗൽ. രുദ്രസംഹരത്തെ കാലേ ത്രയ ഏതേത്ര കാരണം. ഏകാമൂർത്തിസ്ത്രയോ ദേവാ ബ്രഹ്മ വിഷ്ണു മഹേശ്വരാ. രജസത്വതമോഭിശ്ച സംയുതാ കാര്യകാരകാം. തേഷാം മധ്യേ ഹരിശ്രേഷ്ഠോ മാധവ പുരുഷോത്തമ. ആദിദേവോ ജഗന്നാഥ സമർത്ഥ സർവകർമ്മസു. നാന്യ കോപി സമർത്ഥോസ്തി വിഷ്ണോരതുലതേജസ. സ കഥം സ്വാപിതസ്വാമി വിവശോ യോഗമായയാ. ക്വഗതം തസ്യ വിജ്ഞാനം ജീവതശ്ചേഷ്ടിതം കുത. സന്ദേഹോയം മഹാഭാഗ കഥയസ്വ
യഥാശുഭം കാ സാ ശക്തി പുരാ പ്രോക്ത യയാ വിഷ്ണുർജിത പ്രഭു കുതോ ജാത കഥം ശക്ത കാ ശക്തിർവദ സുവ്രത യസ്തു സർവേശ്വരോ വിഷ്ണുർ വാസുദേവോ ജഗദ്ഗുരു പരമാത്മാ പരാനന്ദ സച്ചിദാനന്ദ വിഗ്രഹ സർവകൃൽ സർവഭൃൽ സ്രഷ്ട വിരജ സർവഗശുചി സകഥം നിദ്രയാ നീത പരതന്ത്ര പരാത്പര ഏതദാശ്ചര്യഭൂതോ ഹി സന്ദേഹോ ന പരന്തപ ഛിന്ധി ജ്ഞാനാസിനാ സൂത വ്യാസശിഷ്യ മഹാമതേ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 11 കൂടിയുള്ള 11 ശ്ലോകങ്ങളുടെ തർജ്ജമയാണ് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഇപ്പോൾ ഇവിടെ പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ കഥയിൽ ഞങ്ങൾക്കുണ്ട് സന്ദേഹവും അത്ഭുതവും, വേദശാസ്ത്ര പുരാണവും ഉറപ്പിച്ചിടും. അജ വിഷ്ണു ശിവാദികൾ നിത്യരാണെന്നും അതുപോൽ അവർക്കുപരിയായിട്ടു ആരുമില്ലെന്നും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാൻമുഖനോ ലോകങ്ങളെ സൃഷ്ടിക്കുന്നു അതുപോലെ, നാരായണൻ ലോകങ്ങളെ പരിപാലിപ്പൂ. നാഗധാരി രുദ്രൻ യഥാകാലം സംഹരിച്ചിടുന്നു. നേരാണിവർ സൃഷ്ടിസ്ഥിതി ലയ കാരണം. ബ്രഹ്മാണ്ടത്തിലൊരേ മൂർത്തി രജസത്വതമസായി, ബ്രഹ്മാ വിഷ്ണു മഹേശ്വര രൂപങ്ങളോടെ മൂന്നായി പിരിഞ്ഞിടുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ 3 ലോകങ്ങളിലായി നടത്തിയിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ഈ മൂവരിൽ ശ്രേഷ്ഠൻ പുരുഷോത്തമൻ മാധവനായ ഇന്ദിരാപതിയാം ഹരി എന്നു പ്രസിദ്ധം. ഈ ലോകത്തിലാദിദേവൻ ജഗന്നാഥനായ ഹരി ഇക്ഷിതിയിൽ സർവകർമ്മ സമർത്ഥനത്രേ. അതുല്യമാം തേജസ്സുള്ള വിഷ്ണുവിനെ പോലെയൊരാൾ അഖില ലോകത്തിലുമില്ലെന്നതും തീർച്ച. അങ്ങിനെയുള്ളതാം വിഷ്ണു വിവശനായോഗമായ അധീനനായി ഉറങ്ങിയതെന്തു കാരണം? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എവിടെ പോയി വിഷ്ണുവിൻ വിശുദ്ധമാം വിജ്ഞാനങ്ങളും? എവിടെ പോയി അദ്ദേഹത്തിൻ ജീവചേഷ്ടകൾ? ഇതെനിക്കു മനതാരിൽ സംശയം ജനിപ്പിക്കുന്നു. ഇതിൻ്റെ ശരി തെറ്റുകൾ പറഞ്ഞിടണേ. പ്രഭുവായ വിഷ്ണുവിനെ പോലും ജയിച്ചതായി മുമ്പ് പ്രവചിച്ച ശക്തിയാരാണെന്നു പറയൂ. ശക്തി എവിടെ നിന്നായി ഉണ്ടായെന്നുമേതു വിധം ശക്തിയായി പറയണേ. എന്താണ് ആ ശക്തി? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജഗദ്ഗുരു സർവേശ്വരൻ പരമാത്മസ്വരൂപനാം ജഗദീശൻ ദേവൻ സച്ചിദാനന്ദ മൂർത്തി. സകലതിനും കർത്താവായി ഭർത്താവായി സൃഷ്ടാവായി സർവത്ര നിറഞ്ഞവനായി നിർമ്മലനായി സംശുദ്ധനാം പരാത്പരൻ വാസുദേവനായ വിഷ്ണു സ്വാതന്ത്ര്യം നശിച്ചങ്ങിനെ നിദ്രയിൽപ്പെട്ടു. അത്ഭുതത്തിൻ ഹേതുവിധ അതു തന്നെ ഞങ്ങൾക്കുള്ളിൽ അത്യധിക സംശയത്തിനും കാരണമായി. അടിയങ്ങൾ തൻ സംശയം മഹാമതിയായ സൂത അവിടുത്തെ ജ്ഞാനഖഡ്ഗം കൊണ്ടു മുറിക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്ര കാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി
വീഴുന്നു മൂകാംബികേ. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷര പുഷ്പാഞ്ജലി, ഈ അക്ഷര സബര്യ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ദാ വീണ്ടും നമ്മൾ സമർപ്പിക്കുന്നു. ഇന്ന് പ്രഥമസ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ ആരാധ്യ ദേവതാ നിർണയം എന്ന ഭാഗത്തെയാണ്, അതിൽ ആദ്യത്തെ 11 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചത്. അതിനുശേഷം ഭാഷാഗാനമായി ആ രംഗത്തിന്റെ തർജ്ജമ അതും പാടി സമർപ്പിച്ചു. ഇനി അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം, അതിനെ ഒന്ന് വിശകലനം ചെയ്യുകയാണ് നമ്മൾ. ഇവിടെ യോഗമായാദേവി അല്ലെങ്കിൽ യോഗനിദ്രാദേവി ഭഗവാനെ ഉറക്കി, അതിനുശേഷം അതുല്യമായ തേജസ്സോടുകൂടിയ വിഷ്ണുവിന്റെ അംഗങ്ങൾ വെടിഞ്ഞ് ആ അസുരന്മാരെ നശിപ്പിക്കാൻ യോഗനിദ്രാദേവി പുറത്തു വന്നുവെന്നും ഹരിയുടെ ശരീരം നിദ്രാനിർമുക്തമായി തീർന്നുവെന്നും ബ്രഹ്മാവ് അത്യധികം സന്തോഷിച്ചു എന്നും പറഞ്ഞാണ് നമ്മൾ ഇന്നലെ പ്രഭാഷണം നിർത്തിയത്. ഇന്ന് ഋഷീശ്വരന്മാരുടെ, ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യമാണ് ഈ 11 ശ്ലോകങ്ങളും. നാളെ അതിന് സൂതം നൽകുന്ന ഉത്തരവും. അപ്പൊ ഇന്ന് ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യം എന്താ? സന്ദേഹോത്ര മഹാഭാഗ കഥായാം തു മഹാദ്ഭുതം വേദശാസ്ത്ര പുരാണൈശ്ച നിശ്ചിതം തു സദാ ബുധൈ. ഹേ മഹാഭാഗ, ഭാഗ്യവാനായ സൂത, ഞങ്ങൾക്ക് ഈ കഥയിൽ സന്ദേഹവുമുണ്ട്, അത്ഭുതവുമുണ്ട്, സംശയവുമുണ്ട്, വിസ്മയവുമുണ്ട് ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ കേട്ട കാര്യങ്ങളിൽ നിന്ന് ഇത് വളരെ വ്യത്യാസമായിട്ടിരിക്കുന്നു. വേദങ്ങളും ശാസ്ത്രങ്ങളും പുരാണങ്ങളും അതേപോലെ അറിവുള്ള ആളുകളൊക്കെ വളരെ വിസ്തരിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമാണ് ഇപ്പൊ പലപ്പോഴും അങ്ങ് പറഞ്ഞ കഥകൾ. അതുകൊണ്ട് ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ത്രയോദേവാ സനാതനാഹ നാദപരതരം കിഞ്ചിൽ ബ്രഹ്മാണ്ടേസ്മിൻ മഹാമതേ. ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ, ഈ 3 ദേവന്മാരും നിത്യരാണെന്നും സനാതനമാണെന്നും മാറ്റമില്ലാത്തത് നാശമില്ലാത്തതാണെന്നും അവർക്കുപരിയായി നാദപരതരം കിഞ്ചിൽ ബ്രഹ്മാണ്ടേസ്മിൻ മഹാമതേ, ബ്രഹ്മാണ്ടത്തിൽ വേറെ ഒന്നുമില്ല എന്ന് ഹേ മഹാമതിയായിരിക്കുന്ന, ബുദ്ധിമാനായിരിക്കുന്ന സൂത ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ബ്രഹ്മാരുദ്ര വൈഷ്ണവ ഭാവങ്ങൾ, അത് ആ 3 ദേവന്മാരും നിത്യന്മാരാണ്. ബ്രഹ്മാവ് ബ്രഹ്മാസൃജതി ലോകാൻ, ബ്രഹ്മാവ് ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. വിഷ്ണു പാത്യഖിലം ജഗൽ, ഈ ജഗത്തിനെ മുഴുവൻ പാതി പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. രുദ്രഹ സംഹരത്തെ, രുദ്രൻ യഥാകാലം അതിനെ സംഹരിക്കുന്നു. ഈ 3 സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം, ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് കാരണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏകാമൂർത്തിസ്ത്രയോദേവ ബ്രഹ്മവിഷ്ണു മഹേശ്വര രജസത്വതമോഭിശ്ച സംയുത കാര്യകാരകാഹ. ഒരേ മൂർത്തി തന്നെ രജോ ഗുണം, അതേപോലെ സത്വഗുണം, തമോ ഗുണം, ഈ 3 ഭേദങ്ങളോടുകൂടി സത്വതമോ രജസത്വതമോഭിഷ്ടാണ്. അങ്ങനെ രജോ ഗുണത്തിന്റെ ഭാവമായിട്ട് ബ്രഹ്മാവും, സത്വഗുണത്തിന്റെ ഭാഗമായിട്ട് മഹാവിഷ്ണുവും, തമോ ഗുണത്തിന്റെ ഭാഗമായി രുദ്രനും, അങ്ങനെ ഈ 3 സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ 3 പിരിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ ഒരു ശക്തി. തേഷാം മധ്യേ ഹരിശ്രേഷ്ഠോ, അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഹരിയാണ്, മാധവ, പുരുഷോത്തമ, മാധവൻ. മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മീപതി, മാപതി എന്ന് ഭഗവാനെ പറയാറുണ്ട്, ശ്രീപതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ലക്ഷ്മീപതി ആയിരിക്കുന്ന, പുരുഷോത്തമനായിരിക്കുന്ന, ആദിദേവനായിരിക്കുന്ന, ജഗത്തിന്റെ മുഴുവൻ നാഥനായ, സർവകർമ്മസു സമർത്ഥ,
എല്ലാ കർമ്മങ്ങളിലും സമർത്ഥനുമായിരിക്കുന്ന ആ ഹരിയാണ് ഈ ബ്രഹ്മാവിനേക്കാളും മഹാദേവനേക്കാളും ശ്രേഷ്ഠൻ എന്നും ഞങ്ങൾ അറിയുന്നു. നാന്യകോപി സമർത്ഥോസ്തി, മറ്റൊരാളും ഇദ്ദേഹത്തെക്കാൾ സമർത്ഥനായിട്ടില്ല. ആരെ പോലെ? വിഷ്ണുരതുല തേജസ, അതുല തേജസ്സുള്ള, അതുല്യമായ തേജസ്സുള്ള വിഷ്ണുവിനെ പോലെ വേറൊരാളില്ല. സകഥം സ്വാപിത സ്വാമി വിവശോ യോഗമായ. അങ്ങനെ എല്ലാവരുടെയും സ്വാമിയായ ആ വിഷ്ണു ആ യോഗമായയ്ക്ക് അധീനനായി വിവശനായി കിടന്നുറങ്ങിയത് എന്തുകൊണ്ടാണ്? സംശയങ്ങളാണ് അല്ലേ? ക്വഗതം തസ്യ വിജ്ഞാനം, എവിടെ പോയി വിഷ്ണുവിന്റെ വിജ്ഞാനം? ജീവതശ്ചേഷ്ടിതം കുത, എവിടെ പോയി അദ്ദേഹത്തിന്റെ ജീവചേഷ്ടകൾ? സന്ദേഹോയം മഹാഭാഗ കഥയസ്വ യഥാശുഭം. അതിനെക്കുറിച്ച് സംശയമുണ്ട്. ഹേ മഹാഭാഗനായിരിക്കുന്ന സൂത, കഥയസ്വ യഥാശുഭം, അതിന്റെ ശുഭകരമായ രീതിയിൽ തെറ്റും ശരിയൊക്കെ പറഞ്ഞ് അതിനെ പറഞ്ഞു തരണമേ എന്ന് പറയുകയാണ്. എന്നിട്ട് വിഷ്ണുവിന്റെ മഹാത്മ്യത്തെ വർണ്ണിച്ചതിനു ശേഷം ആ പരാശക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. കാസ ശക്തി പുരാപ്രോക്ത യയാ വിഷ്ണുർജിത പ്രഭു, പ്രഭുവായ വിഷ്ണുവിനെ പോലും ജയിച്ചതായി പുരാപ്രോക്ത, മുമ്പ് പറഞ്ഞ ആ ശക്തി കാസ, ആ പറഞ്ഞ ശക്തി എന്താണ്? ഹേ സുവ്രത വദ, പറയൂ. ആ ശക്തി കുതോ ജാത, എവിടെ നിന്നുണ്ടായി? കഥം ശക്ത കാ ശക്തി, എങ്ങനെയാണ് ശക്തിയായി തീർന്നത്? എന്താണ് ആ ശക്തി? അതിനെക്കുറിച്ചൊക്കെ ഹേ സുവ്രതനായിരിക്കുന്ന സൂത പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. യസ്തു സർവേശ്വരോ വിഷ്ണുർ വാസുദേവോ ജഗദ്ഗുരു പരമാത്മാ പരാനന്ദ സച്ചിദാനന്ദ വിഗ്രഹ സർവകൃൽ സർവഭൃൽ സ്രഷ്ട വിരജ സർവഗശുചി സകഥം നിദ്രയാനീത പരതന്ത്ര പരാത്പര. ജഗദ്ഗുരുവായ സർവേശ്വരനായ പരമാത്മസ്വരൂപനായ പരമാനന്ദസ്വരൂപനായ പരാനന്ദസ്വരൂപനായിരിക്കുന്ന സച്ചിദാനന്ദ മൂർത്തിയായിരിക്കുന്ന സകലത്തിന്റെയും കർത്താവും ഭർത്താവും സൃഷ്ടാവുമായിരിക്കുന്ന നിർമ്മലനായിരിക്കുന്ന എല്ലായിടത്തും നിറഞ്ഞ ശുദ്ധനായിരിക്കുന്ന പരാത്പരനായ വാസുദേവനായ ആ വിഷ്ണു സകഥം നിദ്രയാനീത, എങ്ങനെയാണ് പരതന്ത്ര, പരതന്ത്രനായി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നിദ്രയ്ക്ക് അടിമപ്പെട്ടത്? ഇതിനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമുണ്ട്. ഇതൊക്കെയാണ് ഏതദാശ്ചര്യഭൂതോ ഹി സന്ദേഹോന പരന്തപ. ഇതൊക്കെയാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയമുണ്ടായത്. ഹേ പരന്തപ, വ്യാസശിഷ്യനാണ് അവിടുന്ന്, മഹാബുദ്ധിശാലിയാണ് അവിടുന്ന്, അല്ലയോ സൂത? ഛിന്തി ജ്ഞാനാസിന സൂത, ജ്ഞാനാസിന, ആ ജ്ഞാനമാകുന്ന അസി, അസി എന്ന് പറഞ്ഞാൽ വാളുകൊണ്ട് ഞങ്ങളുടെ സംശയങ്ങളെ മുറിച്ച് ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശം തരണേ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് ഭഗവത് പാദങ്ങളിൽ, അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നാളെ സൂതൻ നൽകുന്ന മറുപടി കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ.
കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.